എന്തോ പറയട്ടെ, സത്യമായിട്ട് എനിക്ക് പുള്ളി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്കല്ലാതെ കൂടുതലൊന്നും പറയത്തില്ല. 12 മണിയല്ല, 2 മണിയല്ല, 3 മണിയായാലും പുള്ളിയെ കണ്ടിട്ടേ പോകത്തുള്ളൂ. ഭാവിയിൽ എപ്പോഴെങ്കിലും മുഖ്യമന്ത്രിയെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. മോൻ ആരെ കാണാനാ വന്നത്? നല്ലൊരു നേതാവും ജനസമ്മതനായ ഒരു നേതാവാണ്. ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് എല്ലാം നന്നായി ചെയ്യുന്ന ആള്, എല്ലാരെയും മനസ്സറിഞ്ഞ് ചെയ്യുന്ന ആള്. അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ് വന്നത്. അത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. എനിക്ക് പുള്ളി ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് കാണാൻ വന്നു. ഇപ്പം ഒരു നേരം വെളുത്ത് തന്നെ ആയിരുന്നാലും നമ്മൾ എല്ലാവരും ഇവിടെ നിന്നത് കണ്ടിട്ട് തന്നെ പോകും. ഉമ്മൻചാണ്ടി സാറിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഷാഫി പറമ്പിലിനെയാണ്. അങ്ങനെയല്ല, എല്ലാവരുമായിട്ട് നല്ല ഇടപഴകുന്നുണ്ട്, എല്ലാവർക്കും നല്ല ഇതായോണ്ട് ഭയങ്കരമായിട്ട് എല്ലാരും നല്ല സപ്പോർട്ട് ചെയ്യുന്നില്ലേ. പിന്നെ എല്ലാവർക്കും കൊച്ചു പിള്ളേർക്ക് വരെ ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മളെ മനസ്സിലൊരു ഇഷ്ടം വരുമല്ലോ. ഇവിടെ വന്നത് ഷാഫി പറമ്പലിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ. എന്തുകൊണ്ടാണ് പുള്ളി ഈ രാത്രിയിൽ വന്ന് കാണണമെങ്കിൽ എത്രത്തോളം ഇഷ്ടം ഉണ്ടായിട്ടായിരിക്കുമല്ലോ. ഒരു മിനിറ്റ്, ഞാൻ എന്തോ പറയട്ടെ, സത്യമായിട്ട് എനിക്ക് പുള്ളി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്കല്ലാതെ കൂടുതലൊന്നും പറയത്തില്ല. പുള്ളിയുടെ പ്രവർത്തനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ഭാവിയിൽ എപ്പോഴെങ്കിലും മുഖ്യമന്ത്രിയെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ പുള്ളിയുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇത്രയും രാത്രിയായിട്ട് വന്നത്. പുള്ളി എങ്ങനെയാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണോ അതോ ഒരു MP ആയിട്ട് MLA ആയിട്ട് എല്ലാം എല്ലാ രീതിയിലും പുള്ളി നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പുള്ളി. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമാണ്. ഈ രാത്രി 12 മണിക്കും വന്ന് നിന്ന് ആളെ കാണണമെങ്കിൽ ഇത്രയും 12 മണിയല്ല, 2 മണിയല്ല, 3 മണിയായാലും പുള്ളിയെ കണ്ടിട്ടേ പോകത്തുള്ളൂ. ഈ രാത്രിയിൽ എന്താണ് വന്നത്? പറഞ്ഞോ. ഷാഫിനെ ഈ രാത്രിയിലും വരണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാണാൻ. ഷാഫിയുടെ പ്രവർത്തനങ്ങളൊക്കെ ഇഷ്ടമാണോ? ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിലാണോ ഒരു സാധാ വ്യക്തി എന്ന നിലയിൽ എന്താണ്, എങ്ങനെയാണ് ഇഷ്ടം? ഒരു വ്യക്തി എല്ലാ കാര്യത്തിലും ഇഷ്ടം തന്നെയാണ്. മോനെ, നീ ആരെ കാണാൻ വന്നതാ? ആണോ? ഷാഫി പറമ്പിലിനെ അത്രയ്ക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ആണോ? ഈ രാത്രി 12 മണിക്ക് നിനക്ക് ഉറങ്ങണ്ടേ? കണ്ടിട്ട് ഉറങ്ങുന്നു. എന്താണ് ചേട്ടാ ഈ രാത്രിയിൽ ഈ കൊച്ചിനെ കൊണ്ടൊക്കെ ഒരു 12 മണിക്കൊക്കെ? നസീറാക്കയുടെ വിജയം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഷാഫി പറമ്പിൽ ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തെ കാണുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും അതുകൊണ്ടാണ്. ചേട്ടാ ഈ രാത്രിയിലും കൊച്ചിനെ കൊണ്ടൊക്കെ എന്താണ്? മോൻ ആരെ കാണാനാ വന്നത്? മോൻ ആരെ കാണാനാ വന്നത്? ഷാഫിക്കായ. ഓ, ഷാഫിക്ക് ഇത്രയും ചെറിയ ആരാധകരൊക്കെ ഉണ്ടോ ഈ നാട്ടില്? ഒരുപാടുണ്ട്, ഒരുപാട്. ആണോ? ഷാഫിക്ക് എങ്ങനെ ഇടിക്കുന്നത്? ഇങ്ങനെ ഇടിക്കുന്നത്. ഷാഫിക്ക ഇഷ്ടമാണ്. പറ. ഷാഫിക്ക ഇഷ്ടമാണ്. എന്താണ് രാത്രി 12 മണിക്കും കുട്ടിയും കൊണ്ടൊക്കെ 12 മണിയെന്നല്ല, 1 മണിയായാലും 2 മണിയായാലും ഷാഫിക്കായി കണ്ടിട്ട് പോയാല് ഇവൻ എന്നെ വീട്ടിൽ കിടത്തി ഉറക്കും, അല്ലെങ്കിൽ ഇവ എന്നെ വിട്ടു. ഇത്രയ്ക്ക് ആരാധന എങ്ങനെയാണ് ആളിനെ? കൊച്ചുനാളോട് ഷാഫിക്കായി ഭയങ്കര ആരാധനയാണ്. ഇതും വേറെ അവിടെ ഇരിപ്പുണ്ട്, മോളും ഉണ്ട്. അവർ രണ്ടുപേര് ഷാഫിക്കാട് ആരാധകരാണ്. ചേച്ചി, എന്താണ് ഈ രാത്രി 12 മണിക്ക് ഇവിടെ? ഷാഫി പറമ്പിലിനെ കാണാൻ. എന്താണ് അത്രയ്ക്ക് ഇഷ്ടമാണ് ആളെ? എന്താണ് ആളുടെ കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ ജോഡോ യാത്രയ്ക്കൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. ഏറ്റവും നല്ലൊരു നേതാവും ജനസമ്മതനായ ഒരു നേതാവാണ്. ഭയങ്കര ഇഷ്ടമാണ്. രാത്രി എത്ര മണി വൈകിയാലും കണ്ടിട്ട് പോകുന്നതാണോ? ഷാഫി പറമ്പിലെ കാണാൻ. എന്താ ചേച്ചി അത്രയ്ക്ക് ഇഷ്ടമാണ് ആളെ? അതെ. ഈ രാത്രി 12 മണിക്കൊക്കെ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ എത്ര മണിയായിട്ടും കണ്ടിട്ട് ഞങ്ങൾ പോകുന്നു. എല്ലാ പ്രവർത്തനങ്ങളും ഇഷ്ടമാണ്. എന്താണ് ചേച്ചി രാത്രി 12 മണിക്ക് ഇവിടെ വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഷാഫിക്കായ കാണാൻ. ആണോ? അത്രയ്ക്ക് ഇഷ്ടമാണ് ആളെ? ആളുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാ നോക്കി കാണുന്നേ?
നന്നായിട്ട് എല്ലാം നന്നായി ചെയ്യുന്ന ആള്, ആ, എല്ലാരെയും മനസ്സറിഞ്ഞ് ചെയ്യുന്ന ആള്. ആ. ഷാഫിഖിനെ ഇങ്ങനെ നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടുമ്പോൾ ചോദിക്കണമെന്നുള്ളൊരു ചോദ്യം അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ട്, അല്ലെ പറയണമെന്നുള്ളൊരു കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഒന്നും കണ്ടാ ഒന്ന് കണ്ടാ മതി. ഓക്കെ, രാത്രി 12 മണിയായി ഇപ്പോൾ തന്നെ. ഇനിയും വൈകുമെന്ന് പറയുന്നു. കണ്ടിട്ടേ പോകുന്നതാണോ? കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഓക്കെ. ചേട്ടാ, എന്താണ് ഈ രാത്രി 12 മണിക്ക് ഇവിടെ നിൽക്കുന്നത്? ഷാഫിയെ കാണാൻ തന്നെയാണ്. ആണോ? അത്രയ്ക്ക് ഇഷ്ടമാണ് ആളെ? ആ, ഇഷ്ടമാണ്. ആളുടെ പ്രവർത്തനങ്ങളാണ് എന്താണ് ആളെ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം? ആളിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഇപ്പൊ തന്നെ 12 മണിയായി, ഇപ്പൊ കുടുംബത്തോടെ വന്നിരിക്കുക. ആ, അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ് വന്നത്. ആണോ? ഇനിയും ഇവിടെ 12 മണി കഴിഞ്ഞു, ഇനിയും ഒരുപാട് വൈകുമെന്നാണ് പറയുന്ന പരിപാടി. ആ, എന്തായാലും കണ്ടിട്ടേ പോന്നുള്ളൂ. ആണോ? ആളിവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണോ? ആ, ജയിക്കും, ഉറപ്പാണ്. ജയിക്കും. ആളെ ആദ്യമായിട്ടാണോ കാണാൻ വരുന്നത്? ആണ്. ആണല്ലേ? ഷാഫിക്ക് ആദ്യമായിട്ടാണ് കാണാൻ വരുന്നത്. അപ്പൊ ഷാഫി പറമ്പിൽ ആയതുകൊണ്ട് മാത്രമാണോ ഇപ്പൊ ഈ രാത്രി ആ, വന്നത്? അതുകൊണ്ട് മാത്രമാണ് വന്നത്. ചേട്ടാ, എന്താണ് ഈ രാത്രി 12 മണിക്ക് ഇവിടെ വന്ന് നിൽക്കുന്നത്? ഷാഫി പറമ്പിലിനെ കാണാൻ എന്താണ് ആളോട് ഇത്ര ഇഷ്ടം? ഇഷ്ടം കൊണ്ട്, എനിക്ക് ഇഷ്ടം കൊണ്ടാണ്. ആ, അത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. എനിക്ക് പുള്ളി ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് കാണാൻ വന്നു. അത് രാഷ്ട്രീയപരമായിട്ടല്ല, അല്ലാതെ കാണാൻ വന്നു. എൻ്റെ അളിയനാണ് ഇപ്പം രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്. ഓക്കെ. ആ, മൊത്തത്തിൽ ആളുടെ ഒരു വരവിന് മൊത്തത്തിൽ ഇത്രയും ഈ രാത്രിയിൽ ഇത്രയും ആൾക്കൂട്ടം ഇവിടെ. ആ, അത് പുള്ളി അതേപോലെ ആയിരിക്കും. ഞാൻ ഇപ്പോൾ പറയുന്ന അതേ രീതിയിലായിരിക്കുമല്ലോ ഓരോ മനുഷ്യനും അതെ ചിന്തിക്കുന്നത്, എടുക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്. അതേ ഉള്ള എനിക്ക് പറയാനുള്ള മറുപടി. ഓക്കെ. ഇപ്പോൾ ആള് കൂടുന്നതേ ഉള്ളൂ, ആള് കുറയുന്നില്ല. ഇതിനിപ്പം ഒരു നേരം വെളുത്ത് തന്നെ ആയിരുന്നാലും നമ്മൾ എല്ലാവരും ഇവിടെ നിന്നത് കണ്ടിട്ട് തന്നെ പോകും. അങ്ങനെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഷാഫി പറമ്പിലിന്റെ എന്ത് ക്വാളിറ്റിയാണ് ചേച്ചി കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്? അദ്ദേഹത്തിന് എല്ലാവരെയും, അദ്ദേഹത്തിന് ജാതി മത ഭേദമന്യേ എല്ലാ ജനങ്ങളെയും ഒത്തിണക്കിക്കൊണ്ട് പോകുന്നതിൽ ഉള്ള ഒരു മുൻനിരക്കാരനാണ് അദ്ദേഹം. ഉമ്മൻചാണ്ടി സാറിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഷാഫി പറമ്പിലിനെയാണ്. എന്തായാലും എത്ര വൈകിയാലും കണ്ടിട്ടേ പോകും. അത്രയേ ഉള്ളൂ. ചേച്ചി, എന്താണ് ഇത്ര രാത്രി വൈകി ഇവിടെ നിൽക്കുന്നതിന്? രാത്രി വൈകി നിൽക്കുന്നത് ഷാഫി പറമ്പിലിനെ കാണണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ട് തന്നെയാണ്. അതുപോലെ ഞാനൊരു വാർഡ് മെമ്പറാണ്. എൻ്റെ വാർഡിൻ്റെ ജനപ്രതിനിധി കൂടിയാണ്, എൻ്റെ വാർഡിൻ്റെ വോട്ടർ കൂടിയാണ് MMS. അപ്പോൾ അപ്പോൾ അതുകൊണ്ട് MMS വിജയിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം എൻ്റെയും എൻ്റെ വാർഡിൻ്റെയും കൂടെ ഒരു ഉദ്ദേശമാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രചരണത്തിന് വരുന്ന എന്ത് കാര്യത്തിനും നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും. എത്ര രാത്രിയായാലും എത്ര പകലായാലും നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും. ഇനി അങ്ങോട്ട് ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞ ഒരാഴ്ച മുതൽ, ഒരാഴ്ചയല്ല, നമ്മൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മുതൽ ഇലക്ഷൻ്റെ അന്ന് വരെയും നമ്മൾ എന്തിനും കൂടെ കട്ടയ്ക്ക് ഉണ്ടാവും. നിലമേ പഞ്ചായത്ത്, ഇപ്പം നമ്മൾ നിലമേ പഞ്ചായത്തിലാണ് നിൽക്കുന്നത്. നിലമേ പഞ്ചായത്തിലെ ഓരോ ജനപ്രതിനിധികളും, ഓരോ വ്യക്തികളും, ഓരോ വോട്ടർമാരും നസീർ മാമക്കൊപ്പം, മാമ എന്നാണ് വിളിക്കുന്നത്, നസീർ മാമക്കൊപ്പം തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് രാത്രിയും പകലൊന്നും ഒരു പ്രശ്നമേ അല്ല.
ഷാഫി പറമ്പിൽ